ഹലോ ഗൈസ്, അങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു ട്രിപ്പ് അങ്ങ് പോയാലോ എന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ബ്രദറും കൂടി ഒരു ട്രിപ്പ് അങ്ങ് കാച്ചി. എൻ്റെ ബ്രദർ ആട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. ഗ്രീൻബർഗ് റിസോർട്ടിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. അവിടുത്തെ ഈ ഒരു ആംബിയൻസ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് കണ്ട ആരായാലും അവിടെ ഇരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരിക്കുന്നത് കേട്ടോ. 2 മണിക്കായിരുന്നു ചെക്കിങ് ടൈം. ഞങ്ങളൊരു 1 മണിക്കൂർ മുന്നേ എത്തിയതുകൊണ്ട് ആവശ്യം പോലെ സമയമുണ്ട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഒരുപാട് കാണാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഫുള്ളിങ്ങനെ നടന്ന് ഈ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടി നല്ല രസമാണ് കേട്ടോ ഈ ഒരു പീസ്ഫുൾ ആംബിയൻസിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ അവരുടെ ഫാമുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടേക്കാം. കഴുതക്കുട്ടനെ കണ്ടപ്പം മിഥുൻ നൈസായിട്ട് അതിനൊന്ന് തൊടാനൊക്കെ നോക്കി, പക്ഷെ അതിനത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പതുക്കെ മുഖം തിരിച്ചു വന്നു. അവിടുന്ന് തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ താറാകൂട്ടന്മാരെ കണ്ടു. അവരുടെ അടുത്തേക്ക് ഞാൻ ചെന്നപ്പോഴേക്കും അവരും അതുപോലെ തിരിഞ്ഞു നടക്കുകയാണ്. എന്താണെന്നറിയില്ല, ആർക്കും മീഡിയ കവറേജിനോട് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഇവർക്ക് പിന്നെ ക്യാമറ എന്നൊരു പുത്തിരിയല്ല, ഫുൾ ടൈം ഇങ്ങനെ ചവച്ചുകൊണ്ടിരുന്നാൽ മതി, വേറൊരു പ്രശ്നമില്ല. കഴിച്ചുകൊണ്ടിരിക്കുക എത്ര നേരം വേണമെങ്കിലും. ഞം 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 കഴിച്ചിരുന്നാൽ മതി, ഒന്നും അറിയണ്ട. ഇത് ഇവിടുത്തെ കെയർ ടേക്കർ ചേട്ടൻ കേട്ടോ. ആ ചേട്ടന് ഉമ്മ കൊടുക്കുന്ന കാണുന്നത്. എന്നെ കുറേ നിർബന്ധിച്ചു അകത്തേക്ക് വന്നതുപോലെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ഉമ്മ തരുമെന്ന്. ആ ചേട്ടനെ പരിചയമുള്ളതുകൊണ്ട് ആ ചേട്ടന് ഉമ്മ കൊടുത്തു. പരിചയമില്ലാത്ത ഞാൻ ചെന്നിട്ട് അതുപോലെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂക്കെല്ലാം കൂടി കൊത്തിപ്പറിക്കുമോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. കിളികളുടെയൊക്കെ ഒരു ഭാഗ്യം, ഫുൾ ടൈം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. കണ്ടില്ലേ, തലകുത്തി നിന്നൊക്കെയാണ് കഴിക്കുന്നത്. അത്ര ടാലൻറ്റഡ് ആണ്. അങ്ങനെ ധൈര്യശാലിയായിട്ട് ചേട്ടൻ കിളികളെ ഫീഡ് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ബ്രോ ഫീഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. A few moments later. അതെ, ഇവൻ്റെ അടുത്തേക്ക് പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നില്ല. കാരണം കൊത്തു കിട്ടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. കഴുത്തിൻ്റെ ആ നീളവും പിന്നെ ഈ ഒരു നോട്ടവും എനിക്ക് ഇച്ചിരി പേടി ഉണ്ടായതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോയില്ല. ഇവിടെ നിന്നങ്ങ് സൂം ചെയ്തെടുത്തോളൂ. കഴുതക്കുട്ടന്മാർ മൈൻഡ് ചെയ്യാത്തതിൻ്റെ പേരിൽ മിഥുൻ നേരെ പട്ടിക്കൂടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. കൈയൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ നിരാശയാണ് ഫലം. അവരും മടുക്കുന്നില്ല ഗൈസ്. അങ്ങനെ മിഥുൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. കറക്കി അടിച്ച് നോക്കിയപ്പോൾ ദാ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഇനി ആരാണുള്ളതെന്ന് നോക്കിക്കാണ്. പുറകെ എൻ്റെ ചേട്ടനും ഉണ്ട്. രണ്ടുപേരും ദാ പോവാ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഗ്രീൻബർഗ് റിസോർട്ടിലേക്ക് തിരിച്ചെത്തി. ഞങ്ങളിവിടെ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഗൈസ്, ലഞ്ച് ടൈം ആവാൻ വേണ്ടി. അങ്ങനെ ബുഫേ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു എവിടെയാണ് ഇരിക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് എടുക്കാൻ പോവാണ് ഗൈസ്. ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ക്യാമറ ബ്രോനെ ഏൽപ്പിച്ചു. ഫുഡ് കഴിക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ അതിലായിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് റിസപ്ഷനിലെത്തി. ഞങ്ങൾ കീ വാങ്ങിക്കാൻ വന്നതാണ്. ഞങ്ങൾ റൂമൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. റിസപ്ഷൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. ഞങ്ങൾ കാറിലാണ് ഇങ്ങോട്ട് വന്നതിൽ. വലിയൊരു ഏക്കറിലാണല്ലോ ഇവരുടെ ഈ റിസോർട്ടുള്ളത്. ഞങ്ങൾ താമസിക്കുന്നത് ആ റിസപ്ഷനിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് വന്നിട്ടാട്ടോ. നടന്നു വരാനാണെങ്കിൽ ഒത്തിരി നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ കാറിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഞങ്ങളുടെ റൂമിലേക്ക്.
അങ്ങനെ ഞങ്ങളുടെ റൂമിലെത്തി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ റൂം. കൊള്ളാമല്ലേ? നല്ല രസമുണ്ട്. എനിക്ക് അവരുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്, നല്ല അറേഞ്ച്മെൻറ്റും എല്ലാം കൊള്ളാം. ഞാൻ വിചാരിച്ചു റൂമിനകത്തുകൂടി വേറൊരു റൂം കൂടിയാണെന്ന്. പിന്നെ ചെന്നപ്പോൾ മനസ്സിലായി ഇതൊരു വാഷ്റൂമാണ്. ഒരു റൂമിൻ്റെ അത്രയും തന്നെ ഉണ്ട് അവരുടെ വാഷ്റൂം. അങ്ങനെ ഞങ്ങൾ പൂളിൽ നിന്നൊക്കെ തിരിച്ച് വന്ന് ഞങ്ങളിപ്പോൾ റൂമിലിരിക്കുകയാണ്. ഇനി വൈകുന്നേരം ഒരു 7:30 ആകുമ്പോൾ ഞങ്ങൾ ഡിന്നറിന് പോകും. ഡിന്നറിന് എന്താ സ്പെഷ്യൽ എന്ന് കണ്ടു കളയാം. നെക്സ്റ്റ് ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോയപ്പോൾ ഞാൻ പഴങ്കഞ്ഞിയാണ് ഗൈസ് ആദ്യം കണ്ടത്. ആദ്യമായിട്ട് ഒരു റിസോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പഴങ്കഞ്ഞി കാണുന്നത്. ഒന്നും നോക്കിയില്ല, ഒരെണ്ണം അങ്ങനെ കാച്ചി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പഴങ്കഞ്ഞി കഴിച്ച് കഴിഞ്ഞാൽ നല്ല എനർജിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത്രയും എനർജി എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചാട്ടവും ഓട്ടവും മണ്ണായിരുന്നു ഫുൾ ടൈം. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ പോയത് സാലിയൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാലിയൻ്റെ. സാലിയൻ്റെ താമസിക്കുന്ന റിസോർട്ടിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി. സാലിയൻ്റെ ഞങ്ങൾക്ക് വേണ്ടി പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാലിയൻ്റെ പഴംപൊരി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറൊരു പഴംപൊരി ഇല്ല. അത്ര അടിപൊളിയാണ്. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു പഴംപൊരി എന്ന് പറഞ്ഞാൽ സാലിയൻ്റെ പഴംപൊരിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. അത് കഴിച്ച ആർക്കും പിന്നെ വേറൊരു പഴംപൊരി ഇഷ്ടപ്പെടില്ല. പിന്നെ ഞങ്ങൾക്കിത് മാംഗോ ജ്യൂസ്, പിന്നെ ചക്ക വറുത്തത്, ബിസ്ക്കറ്റ്, പിന്നെ അവലൂസ് ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് തരാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് സാലിയൻ്റെ ഞങ്ങൾക്ക് വേണ്ടി അവിടെ എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ വരുമ്പോൾ തരാൻ വേണ്ടിയിട്ട്. നല്ല മാംഗോ ജ്യൂസ് സാലിയൻ്റെ ഉണ്ടാക്കിയതാണ്. പിന്നെ കുറച്ച് നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ബാക്കി ഇരുന്ന് വെച്ച പഴംപൊരിയും ആ ജ്യൂസും കുടിക്കാൻ തുടങ്ങി. ഞാൻ കഴിക്കുന്നത് കണ്ടിട്ടാണോന്ന് അറിയില്ല, സാലിയൻ്റെ ബാക്കിയുള്ള പഴംപൊരിയെല്ലാം എനിക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങി. പഴംപൊരി മൊത്തം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ചക്ക കാണുന്നത്. കണ്ടപാടെ ഞാൻ സാലിയൻ്റെയോട് പറഞ്ഞു ചാക്ക് എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ ചാക്ക് എടുത്ത് തന്ന് ഞങ്ങളത് ആ ചക്ക മുറിക്കുകയാണ്. 2 ചക്ക എനിക്ക് മിനിമം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളതിൽ ഏറ്റവും നല്ല ചക്ക നോക്കി സാലിയൻ്റെ എനിക്ക് മുറിക്കുകയാണ്. ഈ ചക്ക മുറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ സാലിയൻ്റെ അടുത്ത് ആ മാംഗോ ജ്യൂസിൻ്റെ കാര്യം പറയുന്നത്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന്. ഉടനെ ഒരു കവറ് മാങ്ങയാണ് എനിക്ക് തന്നത്. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ചക്ക 2 എണ്ണം എടുത്ത് പാക്ക് ചെയ്ത് ഞങ്ങൾ കാറിൽ വെച്ചു. പിന്നെ ഞാൻ ആലോചിക്കായിരുന്നു, മാങ്ങ ചോദിച്ചാലും ചക്ക ചോദിച്ചാലും സാലിയൻ്റെ എന്ത് ചോദിച്ചാലും എടുത്തു തരുന്നുണ്ട്. അങ്ങനെയുള്ള സാലിയൻ്റീനെ അവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ കാറിൽ കയറ്റി കൊണ്ടുപോയി. അങ്ങനെ സാലിയൻ്റെ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് മാറുകയായിരുന്നു. അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്കിങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളൊക്കെ സാലിയൻ്റെ ഇങ്ങനെ കാണിച്ചു തന്നു. ഇവിടെ നല്ല രസമില്ലേ കാണാൻ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ. അങ്ങനെ സാലിയൻ്റെ കൂടെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊക്കെ കറങ്ങി തിരിച്ച് ഞങ്ങൾ സാലിയൻ്റീനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയത്. താങ്ക് യു സോ മച്ച് സാലിയൻ്റി. അങ്ങനെ ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ എവ്രി വൺ ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.